കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ നയനയുടെ ആദർശിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കനക നല്ലൊരു 8ന്റെ പണി തന്നെ ജലജിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നവ്യനെ നയനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ അഭയായിട്ട് ചേർന്ന് ജലജ നടത്തുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് സഹിക്കുവോ. അപ്പൊ കനക ഒരു പണി കൊടുക്കുന്നതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് ആകെപ്പാടെ സങ്കടത്തിലായിരുന്നു കനകയ്ക്കാണ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ തന്നെ നയനയുടെ കഷ്ടപ്പാടുകളൊക്കെ കണ്ട് ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ആദർശ് വേലക്കാരനെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇത് ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദേവേനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഉണ്ടായിരുന്നേ. പിന്നീട് ആദർശ് പോയി മയപ്പെടുത്തി എടുക്കുവാണ് ദേവേനെ. അങ്ങനെ ദേവേനിക്ക് ഒരുമാതിരി സമാധാനമായി. പക്ഷെ ജലജയ്ക്ക് അതങ്ങോട്ട് സഹിച്ചില്ല. ജലജ മനസ്സിൽ കരുതി ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഒരു കാരണവശാലും നയനയും ദേവയാനും തമ്മിൽ ഒന്നിക്കരുത്. അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കഷ്ടകാലമായിരിക്കും. അവരെപ്പോഴും കീരിയും പാമ്പിനെ പോലെ തന്നെ ഇരിക്കണം. ഏട്ടത്തി അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അതായിരുന്നു ഉള്ളിലെ ആഗ്രഹം. പിന്നീട് അങ്ങ് നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അബിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അബി ഇനി നമ്മൾ ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. എന്ത് പറ്റി? നിന്റെ ഭാര്യ അവള് പിന്നെ ജോലികളൊന്നും ചെയ്യത്തില്ല. പക്ഷെ മറ്റൊരു ഉണ്ടല്ലോ ഇവിടെ ജോലികളെല്ലാം ചെയ്ത് ഇവിടെ എല്ലാരും കയ്യിലെടുക്കുന്നവള്. ഇനി അവൾ ഒരു നിമിഷം പോലെ ഈ വീട്ടിൽ നിന്നുകൂടാ. അവളെ എത്രയും പെട്ടെന്ന് ആദ്യം അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേന്ന് പറയാ. അല്ല അമ്മ എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്ത് ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം. അവളെ ആദ്യം ഇറക്കി വിടണം. പുറകെ അവളുടെ ആ ചേച്ചിനെയും കൂടെ ഇറക്കി വിടണം. എങ്കിൽ മാത്രം നമുക്കിവിടെ സമാധാനം ഉണ്ടാവുള്ളൂ പറയാം. ഇത് കേട്ടതും അബി പറഞ്ഞു, ശരിയാ അമ്മ പറഞ്ഞ് എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാണ്. പക്ഷെ എന്താ ഒരു പോംവഴിന്ന് വെക്കണം, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയാം. കനക ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വന്നു. കനയ്ക്ക് മനസ്സിലായി ഇവരെ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം കാരണം. ഇവരെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇവർക്കൊരു നല്ലൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്നൊക്കെ കനകയെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് ആദർശ് ഓഫീസിലേക്ക് പോയിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കനക കാറ് വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച കൊണ്ട് ആദർശന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കണേ? ഇതൊക്കെ അമ്മ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കണം. അദ്ദേഹത്തിനാ മോനെ, എനിക്കിത് ചെയ്യുന്നിടത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെ, ഈ വീട്ടിലെ ജോലികളൊക്കെ ഞാനും കൂടി ചെയ്താൽ ഇപ്പൊ എന്താ കുഴപ്പം? ഞാൻ ഇവിടെ വെറുതെ ഇരിക്കില്ലേ? അല്ലെങ്കിൽ തന്നെ നയനമോളല്ലേ എല്ലാ ജോലികളെല്ലാം ചെയ്യുന്ന ചോദിക്കുകയാണ്. അതല്ലമ്മേ, ഇവിടെ വേറെ മീനാക്ഷി അടുത്തൊക്കെ ഉണ്ടല്ലോ, അവരാരും ചെയ്തോളല്ലേ, ഞങ്ങളാരും ചെയ്യില്ലെന്ന് ചോദിക്കണം. അതൊന്നും വേണ്ട മോനെ എന്ന് പറയണം. അതെ, എനിക്ക് ഈ കാറൊക്കെ വാഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങളുടെ ട്രിപ്പൊന്നും പോയിട്ടില്ല. ഈ കാറിലൊന്നും കയറി എന്റെ മോളെ നയനമോളെ വരണം എന്നായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം. കാരണം അവളുടെ ജീവിതത്തിൽ അവൾ ഇങ്ങനെ കാറിലൊന്നും കയറി ട്രിപ്പ് പോവോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും അങ്ങനെ പോയിട്ടില്ല. അവള് പോകാത്ത മനഃപൂർവ്വമാണ് പോകാതിരുന്നത്. വീട്ടിലെ സാഹചര്യം ഓർത്തിട്ടാ പോകാതിരുന്നേ. പക്ഷെ നവ്യ എങ്ങനെയായിരുന്നു, അവൾ എവിടെ ചെണ്ടപ്പുറത്ത് കോരി വെക്കുന്നിടത്തെല്ലാം പോവും. പക്ഷെ വീട്ടിലെ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വന്നോണ്ടായിരിക്കും അവള് അങ്ങനെയൊന്നും പോവായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്റെ മോളെ ഇങ്ങനെ കാറയിലൊക്കെ കയറ്റി മോനിങ്ങനെ യാത്ര ചെയ്യുന്ന കാണാനൊക്കെ. അതൊക്കെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയണം. അത് കണ്ടപ്പോൾ ആദർശ്, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ ഇടയ്ക്ക് അവളെയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകാറുണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനയ്ക്കൊരു സന്തോഷമായി. കനയ്ക്ക് അങ്ങോട്ട് കയറി പോയാലും ആദർശിൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കടം കിടന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷെ നയനയ്ക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം കാണുമായിരിക്കും. താൻ ഇന്ന് വരെ അവളെ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അവളുടെ ആഗ്രഹങ്ങൾ എന്താന്ന് ചോദിച്ചിട്ട് പോലുമില്ല. അവളുടെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവൾ തന്നോടൊന്നും തുറന്നൊന്നും പറയാറില്ല. പിന്നീട് കാണിക്കുന്ന നയനയാണെങ്കിൽ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. കനകയെ കണ്ടപ്പോഴത്തേനും നയന ചോദിച്ചു, ഇതെന്താ അമ്മയുടെ ദേഹമെല്ലാം നനഞ്ഞിരിക്കണേ ചോദിച്ചു. അതോ ഞാൻ ആ കാറൊന്ന് വാഷ് ചെയ്യാനായിട്ട് പോയെന്ന്. അമ്മ കാറ് വാഷ് ചെയ്യാനാ? അമ്മ ഇതിന് അതൊക്കെ ചെയ്യാൻ പോയത്? ഞാൻ അതൊക്കെ ചെയ്തോളൂ ഇല്ലെന്ന് ചോദിക്കണം. എന്താ മോള്, ഞാൻ ചെയ്താല് മോൾക്ക് അതൊരു ആശ്വാസമാവില്ലെന്ന് ചോദിക്കണം. അങ്ങനെയൊന്നും ഇല്ലമ്മേ. പിന്നെ ഇവിടെ വേറെ ചിലരൊക്കെ ഉണ്ടല്ലോ, അവരൊരു പണിയും ചെയ്യാതെ വെറുതെ കയറി ഇരിക്കുമല്ലേ. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഞാനും കൂടെ സഹിക്കുവാന്ന് പറയണം. ദൈവത്തെ ഒരു തമ്മിൽ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കലെന്ന് പറയണം. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ മോൾക്കറിയാലോ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണം. ശരിയാണ്, അമ്മയല്ലേ, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുള്ള ഇല്ലെന്നുള്ള കാര്യം നയനയ്ക്കും അറിയാം. നയനെ പിന്നീട് പറഞ്ഞു, അതൊന്നും സാരമാക്കണ്ടമ്മേ, ഈ വീട്ടിലുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. അതുകൊണ്ട് അമ്മ ഒന്നും കാര്യമാക്കാനും പോകണ്ട. മുത്തശ്ശിക്ക് എന്നോട് ഭയങ്കര സ്നേഹമല്ലേ, ആദർശമാണ് എന്നോട് സ്നേഹമുണ്ട്. ഞാനതൊക്കെ നോക്കിയാൽ പോരെ, മറ്റുള്ളവരുടെ കാര്യമൊക്കെ എന്തിനാ ഞാൻ പിന്നെ അന്വേഷിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലും ചിന്തിക്കാന്ന് പറയാണ്. കനയ്ക്ക് മനസ്സിലായി തന്റെ മോൾ എത്രമാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. എങ്കിലും ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ, ഒരു പണി തന്നെ അവർക്കിട്ട് കൊടുക്കണം എന്നൊക്കെ ഓർത്തിരിക്കുകയാണ്. പിന്നീട് ആദർശ് ഓഫീസിലേക്ക് ചെല്ലുവാണ്. ഓഫീസിലേക്ക് ചെന്ന് കഴിയുമ്പം ആനി അങ്ങോട്ട് വരുന്നുണ്ട്. അനിയെ കണ്ടു കഴിഞ്ഞപ്പോ ആദർശ്, എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാതിരിക്കുന്നത്? കല്യാണമൊക്കെ അല്ലേ, എന്നിട്ട് പിന്നെ നിനക്ക് എന്നോട് സന്തോഷം ഇല്ലാത്ത? കല്യാണോ? അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും ആദർശേട്ടനോട്. അതെന്താടാ അങ്ങനെ?
ഓ നീ ഭയങ്കര പ്രണയത്തിലായിരുന്നല്ലോ, അതുകൊണ്ടല്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആ കല്യാണം അങ്ങ് നടത്താമെന്ന് ഞാനും മുത്തശ്ശനും എല്ലാരും കൂടെ തീരുമാനിച്ചെന്ന് ചോദിക്കുവാണ്. എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു പറയാ. പിന്നെ എപ്പോഴാ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു പറയാം. അതെന്താടാ അങ്ങനെ? കുറച്ചുകൂടെയൊക്കെ എൻജോയ് ചെയ്തിട്ട് മതി ആദർശേട്ടാ. അല്ലെങ്കിൽ ഇപ്പം ആദർശേട്ടന്റെ നയനേച്ചിയുടെ ജീവിതമൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുമല്ലോ എന്ന് പറയണം. അതാ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കുഴപ്പം. പിന്നെ ഒരു കുഴപ്പമില്ല, ഇന്ന് വരെ നയനേച്ചിയോട് നല്ല വാക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലെന്ന് പറയണം. പിന്നെ കൂടെ ഒന്നും പറയണ്ട, എനിക്കറിയാം ആദർശേട്ടന്റെ സ്വഭാവം എന്നു. ഇന്ന് വരെ നയനേച്ചിയും കൂടെ ഒരു പുറത്തു പോയിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ലോ എന്ന് പറയണം. അതൊക്കെ ശരി തന്നെയാ, നയനേച്ചിക്കും കാണത്തില്ലേ ഏട്ടാ ആഗ്രഹങ്ങളൊക്കെ. പക്ഷെ ഏട്ടത്തി ഒന്നും പറയാത്തായിരിക്കും ഏട്ടനോടൊന്ന് പറയണം. ശരിയാ ആദർശം, അത് മനസ്സിൽ കരുതാ. ശരിയാ, ഇന്നും അവളുടെ അമ്മ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞത്. അവളൊന്നും തുറന്നു പറയാറില്ല, ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ ഒതുക്കോളം തോന്നേ. അതുകൊണ്ടാണ് താൻ ഇത്രമാത്രം അവളെ ദ്രോഹിച്ചിട്ടും അവള് മറുത്തൊന്നും പറയാതെ വീണ്ടും അവൾ ഈ വീട്ടിൽ തന്നെ പിടിച്ചു നിൽക്കുന്നേ. അനി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാതെ ചേട്ടാ, ഇടയ്ക്ക് ഇടത്തിനും കൂടെ പുറത്തൊക്കെ ഒന്ന് പോകാൻ പറയണം. എടാ എങ്ങോട്ട് പോകാനാ? എനിക്ക് ഇവിടുത്തെ തിരക്കൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കണം. തിരക്ക് നല്ല കഥയായിപ്പോയി. തിരക്കും വെച്ചോണ്ടെന്ന് അതിന് മാത്രം സമയം കാണത്തുള്ളൂ. നമ്മൾക്കായിട്ട് കുറച്ച് സമയങ്ങൾ കണ്ടെത്തണം. അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്നും അതിന് മാത്രം സമയം കാണത്തുള്ളൂ. നമുക്ക് വേണ്ടി നമ്മളും കുറച്ച് സമയം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അനി അങ്ങനെ വലിയ കാർന്നവരെ പോലെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ് ആദർശനെ. അങ്ങനെ ഉപദേശമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശന് തോന്നി, ഇവൻ പറയുന്നതിനും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നയനയും കൂടെ ഒന്ന് പുറത്തു പോയാലോ? പക്ഷെ എങ്ങോട്ട് പോകും? അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെയാണ്. പിന്നെ അനി പിന്നീട് അനി എന്ത് ചെയ്യുവാണ്, ആദർശന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. എങ്ങോട്ടാ കൊണ്ടുപോകണ്ടേ, എവിടെയാ കൊണ്ടുപോകണ്ടേ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശന് ശരിയാണ് ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ചെയ്താലോന്നൊക്കെ ഓർക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ആദർശ നയനയ്ക്ക് വേണ്ടി എന്താ സർപ്രൈസ് ഒരുക്കി വെച്ചെന്ന് അറിയണ്ടേ. അതോടൊപ്പം തന്നെ ജലജ നല്ലൊരു 8ന്റെ പണി തന്നെ, അല്ല കനക നല്ലൊരു 8ന്റെ പണി തന്നെ ജലജയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട്. ജലജ അങ്ങനെ പുകഞ്ഞു കത്തി അതിലോട് ഓടി നടക്കുന്നുണ്ട്. അതിന്റെ വിശേഷവും കൂടി നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷമൊക്കെയായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.